കുറേ നാളുകൊണ്ട് ഈ പേഴ്സ് മാറണമെന്ന് വിചാരിച്ചത് എൻ്റെ എണ്ണം എല്ലാം പോയി. എന്ത് ഇതെന്നും ഇത് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു മാറ്റമില്ലല്ലോ. നിന്റെ നാളെന്താടാ? ഭരണി. ഭരണി. എടാ എടാ ഇതെന്താ നിന്റെ എഴുതി വെച്ചേങ്ങനെ? അയാൾക്ക് വായി വരുന്ന എന്തേലും എഴുതി വെച്ചൂടെ? അങ്ങനെ വായി വരുന്നൊന്നും അല്ല, സർക്കാർ ജോലി കിട്ടുമെന്ന്. സർക്കാരിന്ന് തെറ്റാതെ എഴുതാൻ അറിയാത്ത എനിക്ക് ആ സർക്കാർ ജോലി കിട്ടുന്നത്. ചേട്ടത്തി വേറെ പണിയൊന്നുമില്ല. അങ്ങനെ നിന്ദിക്കരുത്. എനിക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പകുതി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് എന്നാ നേരെ തിരിച്ച പറഞ്ഞ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അന്നാ ഇത് നോക്കാട്ടാ. ഇതെല്ലാം കളയുക കത്തിക്കുക ചെയ്ത്. ഇതൊന്നും വേണ്ടാത്തതാ. ഒന്നും വേണ്ട. ഈ ബസ്സിന്റെ ടിക്കറ്റ് ഒക്കെ ഇതിനാണ് ഇതിനകത്ത് എടുത്തു വെക്കുന്നത്. അത് മറ്റേ പമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് വണ്ടിക്കൂലി കിട്ടുമായിരുന്നു. ഒക്കെ ഇതും കളഞ്ഞേര്. പേഴ്സും വേണ്ടേ? പുതിയ പേഴ്സ് മേടിച്ചല്ലോ. പേഴ്സൊക്കെ നന്നാക്കി കഴിയുമ്പോൾ ചില്ലറ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ തരുന്നതാണ് പണ്ടൊക്കെ. അല്ല, ഞാനത് പറഞ്ഞതല്ല. എൻ്റെ റോസെ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. പിന്നെ എനിക്ക് ഉത്തരവാദിത്തമല്ലേ എനിക്കോ? ആ, അവൻ എനിക്ക് അനിയനല്ലേ. എൻ്റെ റോസ്മേരി, നീ ഇങ്ങനെ ബഹളം വയ്ക്കല്ലേ. ആ, അവൻ ഇവിടെ നിന്ന് നശിച്ചു പോകുമെന്ന് നീ അങ്ങനെ വിചാരിക്കണുണ്ടോ? ഇല്ലല്ലോ. ആ, പിന്നെ നീ വെപ്രാളം പിടിക്കല്ലേ. അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ട. ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ നീ സമാധാനമായിട്ട് നിൽക്ക്. ഓ, കുഞ്ഞമ്മച്ചി സുഖമല്ലേ? ഞാൻ അന്വേഷിച്ചെന്ന് പറയാം കേട്ടാ. ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ. എന്താ ഇപ്പൊ റോസിന് പ്രശ്നം? നമുക്ക് സമാധാനം വേണ്ടേ? ഇവ ഇങ്ങനെ നടക്കുകയല്ലേ. അവിടെ അല്ലെങ്കിൽ ആ ഭാര്യയും പിള്ളേരും ഉണ്ടെന്നുള്ള ഒരു ചിന്ത വല്ലതും ഉണ്ടാ? അവളൊന്നും ഇല്ലെങ്കിൽ രണ്ട് പിള്ളേരെ തള്ളയല്ലേ, ഒരു ഭാര്യയല്ലേ. ഇടയ്ക്ക് കിട്ടുന്ന പൈസയൊക്കെ കൃത്യമായിട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ടല്ലോ. ആ, അത് നല്ല കഥ. ഇടയ്ക്ക് അങ്ങോട്ട് വല്ലപ്പോഴും നീ ആണ്ടിലും സംക്രാന്തിക്കും ഓരോ പണിക്ക് പോയിട്ട് അത് അയച്ചു കൊടുത്താൽ മതിയോ? വീട്ടിലെ കാര്യങ്ങൾ നടക്കോ? നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥിര വരുമാനം ഉള്ള എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണമെന്ന്. അതെങ്ങനെയാ? എന്ത് നീ ധൈര്യമായിട്ടിടാ. ഞാൻ മല പോലെ ഇവിടെ ഇരിക്കില്ലേ. ആ, ഇരുന്നാലൊന്നും പോരാ. മലയാണെങ്കിലും കുന്നാണെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്ത് കുടുംബത്തിന് വേണ്ടി ചെയ്യണം. ഹലോ, ഇവനെ ഞാനൊരു പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ? നിനക്ക് ഞാനൊരു സർക്കാർ ജോലി ഏതാണ്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായി? ഞാൻ പറഞ്ഞിട്ട് എന്തായി? എന്ത് ജോലി? അത് പഞ്ചായത്തിലൊരു ഡ്രൈവർ വേക്കൻസി. ഇപ്പം താൽക്കാലികമാണ്. പിന്നെ പോയ അത് സ്ഥിരമാവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നല്ല പിടിവലിയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ബ്ലോക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെയാണ് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ചെയ്യാനുള്ളത് ലൈസൻസ്, പിന്നെ ആധാർ, ആ സാധനങ്ങളെല്ലാം വെച്ച് ഒരു അപേക്ഷ ഉടനെ തന്നെ അവിടെ കൊടുക്കണം. ലൈസൻസ് ഒക്കെ ഉണ്ടോ? കയ്യിൽ ഇരിപ്പുണ്ടോ? അതല്ല, വാലിഡിറ്റി ഒക്കെ ഉണ്ടല്ല. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ റോസ്മേരിനോട് എന്തേ പറയാതിരുന്നിട്ട്? പറയാം, വരട്ടെ. ഇപ്പം അവളിപ്പോ ഈ പറഞ്ഞ ഈ വെള്ളത്തിരിക്കല്ലേ. നമുക്കിത് നാളെ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അവളോട് പറയാം അല്ലേ? ആ ജോൺസിനെ കണ്ട അയാളോട് നന്ദി പറയണം. നന്ദി മാത്രം പോരാ, അയാളെ തേടി പിടിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ വേണം. അതൊക്കെ ഉണ്ട്. അതെ, നീ സ്വപ്നം കണ്ടോണ്ട് നിൽക്കാതെ ആ സാധനങ്ങളൊക്കെ എടുത്ത് അപേക്ഷ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക കേട്ടോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണ്. ഞാൻ പലരെയും അഡ്ജസ്റ്റ് ചെയ്ത് കാല് പിടിച്ച് അത് സെറ്റാക്കിയിരിക്കണം. കർത്താവേ, സർക്കാർ ജോലി. കണ്ണു തുറന്ന് നോക്ക്. ഇതെവിടുത്തെ അടിയാണ്? ഈശ്വര, എന്തൊരടിയാണ്? ആരവിടെ? പോലീസുകാരല്ലേ? ഇതേത് പാർട്ടിക്കാരാട്ടാ? നീ എന്നടി എന്താണ്? എന്നെ കണ്ട് മനസ്സിലാവുന്നില്ലേ? ഞാനാണെങ്കിൽ നിൽക്കുന്നത് ആ ബാരിക്കേഡ് അടുത്തിക്കണ്ട. അതാ എന്തടി മറ്റേ മച്ചിട്ട് നോക്കണോ അത് ഏട്ടനാണെന്നറിയണ? ആരെയും കാണിക്കണ്ടേട്ടോ, ഇത് ഏട്ടനാന്ന് മനസ്സിലാവത്തില്ല. ഇത് കണ്ട് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നോക്കിയത്. ആണാ?
പക്ഷെ എന്തിനാട്ടാ ഇങ്ങനെ അടിക്കുന്നത്? എന്തൊരു വേദനയായിരിക്കും ദൈവമേ. അയ്യോ അയ്യോ അയ്യോ, ഇതേ പുറകെ ഓടിച്ചിട്ട് അടിക്കുന്നു. ഇത് ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ പൂവാരി ഇടുന്ന പരിപാടിയല്ലേ? അയ്യോ എന്നാലും ഈ നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ അതിക്രമിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എതിർക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലേ പണി മാറി പോവും. എന്നാലും ഇങ്ങനെ അടിക്കുന്ന ഒരു ഇച്ചിരി കഷ്ടമാണ്. ഇങ്ങനെ അടിച്ചില്ല അവന്മാർ നമ്മളെ കയറി അടിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ വടി വീശുന്നത് എന്തിനാണ്? രാത്രി വീശുന്നത് എന്തിനാണ്? യുവമാരെ പേടിച്ചിട്ടാ. നമ്മൾ വീശില്ലെങ്കിൽ അവന്മാർ ഇങ്ങോട്ട് കയറി വരും. ഈ ബാരിക്കേഡും തകർത്ത് സെക്രട്ടേറിയറ്റ് നമ്മൾ ഇടിച്ചു പൊടിച്ചോളാം. അറിയോ? ഈ സമരക്കാരൻ വീര് നിനക്ക് അറിഞ്ഞൂടാ. അവന്മാർ അങ്ങനെ തീരുമാനിച്ചിട്ടാ വരുന്നത്. പിന്നെ മാത്രമല്ല ചില ഈ അടിപൊളി നിനക്ക് ഇനി നാളെ രാഷ്ട്രത്തിൽ ഏറ്റവും വലിയവനായിരിക്കും. അത് അടുത്ത മന്ത്രിയൊക്കെ ഇരിക്കും. അപ്പൊ ഈ ഫോട്ടോ എടുക്കണോ? എന്നാലും ഇവരുടെ അച്ഛനമ്മമാർക്ക് കാണണല്ലേ വീട്ടിൽ ഇരുന്ന്. ആദ്യം ആലോചിക്കണം. ക്യാഷുവല്ല ക്യാഷുവല്ലേ ക്യാഷല്ലേ ക്യാഷുവല്ലയോ? ചായ ആണോ? ആവാം. അയ്യോ ജാട. ബൈ ദ വൈ മിസ്റ്റർ മച്ചമ്പി, ഈ ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് ശമ്പളം വരുന്നത്? ഡ്രൈവർമാർക്കെന്നല്ല, എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടെ അക്കൗണ്ട് പൈസ ഒന്നുള്ളൂ. അതല്ല, എത്ര രൂപ വെച്ച് മന്ത്ലി അവർക്കുള്ള ഇത് വരും ശമ്പളം? അതറിഞ്ഞിട്ട് ഇപ്പൊ താങ്കൾക്ക് എന്താണ് വേണ്ടത്? ഞാനും ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ പോവല്ലേ. വരുന്ന മാസം മുതൽ നമ്മൾ ഒരേ തൂവൽ പക്ഷികളുടെ ഞാനും ഡിപ്പാർട്ട്മെന്റിൽ ഡ്രൈവറുടെ ശമ്പളം മേടിക്കും. ഞാനും സെറ്റായിട്ടുണ്ട്. എനിക്ക് ജോലി റെഡിയായി മച്ചമ്പി. ആ എടീ, പനിയാ ജ്വരോ വല്ല ഉണ്ടോ നോക്കിയാണ്. എന്തുപറ്റി? പനിയുണ്ടോ? പിച്ചും പേയും അല്ല, എനിക്ക് പഞ്ചായത്ത് താൽക്കാലിക ഡ്രൈവറുടെ ജോലി റെഡിയാക്കി. ക്ലീറ്റർ മച്ചമ്പി എല്ലാം സെറ്റാക്കി. ആണോ? അടിപൊളി, രക്ഷപ്പെട്ടല്ല. സത്യമല്ലേ പെണ്ണ് പറഞ്ഞത്? എന്റെ ഈ ആഴ്ചത്തെ വാരഫലത്തിനകത്തുണ്ടല്ലോ എനിക്ക് സർക്കാർ ജോലി കിട്ടുമെന്ന്. ആണാ? വായിച്ചില്ല. അച്ചിട്ടായില്ലേ ഇപ്പൊ? ഇത്ര ചിരിക്കാനായിട്ട്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വാരഫലം കറക്റ്റ് ആവുന്നൊരു മനുഷ്യനെ നേരിട്ടാണ് ഉള്ളതാ മച്ചമ്പി. എടാ, ഒരു കാര്യം, താൽക്കാലികമായിട്ടുള്ള ജോലിയാണ്. ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണരുത്. പിന്നെ വേറൊരു കാര്യം, ഈ രാഷ്ട്രീയക്കാർ കുത്തിത്തിരിക്കേണ്ട ജോലികളൊക്കെ ഉണ്ടല്ലോ, അസാധുവായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് നല്ലത് വന്നാലും അതിൻ്റെ ഇടയിൽ കുനിഷ്ട് കണ്ടുപിടിക്കുന്ന ഒരാള് ഈ ലോകത്ത് ഏട്ടൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ചാച്ചൻ എഴുന്നേറ്റ് പോന്നിട്ട് അവിടെ പോയി നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. ഇവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ട് വെറുതെ നെഗറ്റീവ് അടിക്കരുതേ. എനിക്കാണ് DDT പാർട്ടി ഓഫീസിൽ പോകണം. ഇതിന്റെ ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കണം. പിന്നെ 2-3 കോപ്പിയൊക്കെ എടുക്കണം. ഞാൻ പോട്ടെ. ചായ കുടിച്ചില്ല നീ? ചായ ചൂട് പോയെന്ന് തോന്നുന്നു. ചൂടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഇതിന് മാനേഴ്സ് കാണിക്കണം. അടുത്ത മാസം ശമ്പളം മേടിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കണം. ഒരുമിച്ച് വാങ്ങി പോയി. ചുരിദാർ അത് കേട്ടില്ല. അത് കേൾക്കാതെ പോണ നോക്ക്. പേടിച്ച് തരാനില്ല പെണ്ണെ. അതാ 3 കിലോ ഏത്തപ്പഴം മേടിച്ചു. എന്തോരം ഉണ്ടായിരുന്നല്ലേ. നീ ആ ഇലയും വെട്ടിക്കൊണ്ടിരിക്കാതെ വട്ടി എടുത്തോണ്ടാണ് ഉള്ള പറിച്ചോണ്ട് പോവാ. അയ്യോ, ഞാൻ അതെടുക്കാൻ വേണ്ടിട്ടല്ല, അടയുണ്ടാക്കാൻ. എനിക്ക് വൈകുന്നേരത്തേക്ക് അടയുണ്ടാക്കാനാണെങ്കിൽ വട്ടയിലല്ലേ നല്ലത്? ഇതും നല്ലതാ. ഇതും നല്ലതാ. അതല്ല തന്നെ. ഇനിയിപ്പോ വായിരിക്കണ മൊത്തം കേക്കട്ടെ അമ്മാവന്റെ. എന്തേ നോക്കിയാണ് സമയത്ത് പറിക്കാത്തതിന്? സമയത്ത് പറിക്കാത്തതിന്റെ മാത്രമാണ്. അമ്മാവൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളത്? ഇതിങ്ങനെ കുഴിച്ചു വിട്ടിട്ട് അവരന്ന് കുഴിച്ചിട്ടോണ്ട് ആ 4 തിരിയാണെങ്കിലും ഉണ്ട്. ഇടയ്ക്ക് വന്ന ഇച്ചിരി വളമെങ്കിലും അതിന് ഇടാൻ പാടില്ലേ? അത് നോക്കിയേ, കാപ്പിക്കുരു നോക്കിയേ. ഇത്രയും പറമ്പുള്ള നമുക്ക് വേറെ നിനക്കൊരു സർക്കാർ ജോലിയുടെ ആവശ്യം പോലും ഇല്ല. ഈ പറമ്പ് മര്യാദക്ക് നോക്കിയാ കാപ്പിക്ക് എന്താ വില എന്നാ നീ വിചാരിച്ചത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്കൊരു സർക്കാർ ജോലിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഓരോ കിട്ടുന്ന സമയത്തെങ്കിലും വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു സാറുണ്ടല്ലോ, ആ സാറിനെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ഓ, ഇനി ആ പാവത്തിന്റെ പുറത്തോട്ട് കയറി. നിന്നെ പോലെയാണോടാ ക്ലീറ്റോ? എന്തോരം തിരക്കുണ്ട് ആ മനുഷ്യന്. അതും പോട്ടെ, നിനക്കാണെങ്കിൽ ഒരു ലീവ് എടുക്കണമെങ്കിൽ എടുക്കാം. ക്ലീറ്റോന് അത് എടുക്കാൻ പറ്റുമോ? ആരെങ്കിലും ലീവ് കൊടുക്കോ ക്ലീറ്റോന്? ലീവ് എടുക്കണത്? ലീവ് എടുക്കണ്ടേ? പിന്നെ നിനക്കത് അവിടെ പോയില്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇവൻ പോയാലെന്ത്, പോയില്ലെങ്കിൽ എന്ത്? നീ ഉത്തരം മുട്ടുമ്പോ ഇങ്ങോട്ട് വരില്ല. നീ ഇതുവരെ വന്നിട്ടില്ലല്ലോ. നീ അതുവഴി പോ. തുടങ്ങി അറിഞ്ഞൂടല്ലോ. നീ എന്തിനാണ് മല പറയുന്നത്? വീട്ടിലുള്ള ജോലി ചെയ്താ പോരെ. ഇവിടെ വന്ന് എന്താ എടുക്കണത്? വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പണി തന്നെ, മനസ്സിലായില്ലേ? ഞാൻ 2 ഇല പൊട്ടിക്കാൻ വേണ്ടി വന്ന അടയുണ്ടാക്കാൻ. ഇങ്ങോട്ട് വാ. പിന്നെ പോലീസ് ഏമാനെ, ഏമാന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഏമാന് നല്ലൊരു മുട്ടം പണി വരണുണ്ട്. സെക്രട്ടറി മാർച്ചിന്റെ ഇടയ്ക്ക് നീ ആ വെട്ടിക്കവല സതീശനെ അടിച്ചാ? വെട്ടിക്കവല സതീഷ് ആയാലും ശരി, കൊട്ടാരക്കര അഭിലാഷ് ആയാലും ശരി, എന്റെ മുമ്പ് വെള്ളത്തിലടിച്ച് അടിച്ച് പിരിക്കും ഞാൻ. കാക്കി ദേഹത്ത് കിടക്കണമെന്ന് പറഞ്ഞ് നീ ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറിയല്ലേ. ഇനിയും പറയാം,
സർക്കാർ തരണ നക്കാപ്പിറ്റിയെ വാങ്ങിച്ച് നക്കി വാലും ചുരുട്ടി ഒരു മൂലയ്ക്ക് ഇരിക്കാൻ നോക്ക്. ചുമ്മാ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യണം. പിള്ളേരുടെ മേലെ കുതിര കയറാൻ എൻ്റെ പൊന്ന് കൂടപ്പുറപ്പേ ഒരു സുഖവും കാണൂല. അവന്മാർ നിന്നെ പഞ്ഞിക്കിടും. നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്നോട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ളവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നേ, ഞാൻ തടുത്തോളാം. അവരെ ഏത് സൈഡിൽ കൂടെയാണ് വെട്ട് വരണേന്ന് പറയാക്കൂല. ഞാൻ തടഞ്ഞോളാം. നീ കയറി പോവാൻ നോക്ക്. അവർ നോക്കി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ നിനക്കും തരും മണി. ഉപദേശത്തിന് നന്ദി. എടാ, ഞാൻ ഉപദേശിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്റെ പെങ്ങളും 2 പിള്ളേരും നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടാ. ഞാൻ എവിടെല്ലാം തിരക്ക് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. എന്ത് കാര്യം? എന്താ ഈ പോയ കാര്യം? എന്താ എല്ലാം സെറ്റാക്കിയാ? അത് ഫോട്ടോകോപ്പിയും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ ലൈസൻസ് കാണുന്നില്ല. തുടങ്ങി അതങ്ങ് നോക്കിയിട്ടില്ല. ക്ലീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. മര്യാദക്ക് പോയി നോക്കുക, അപ്പൊ കിട്ടും. അല്ല, പഴയ പേഴ്സിൽ നിന്ന് പുതിയ പേഴ്സിലോട്ട് മാറ്റിയപ്പോ കുറെ പേപ്പർ ഞാൻ എടുത്ത് കളയാൻ തന്നില്ലേ? അതിനകത്തെങ്ങാണ്ട് ആയിപ്പോയി നിന്ന്. എന്റെ പുതിയ പേഴ്സിനകത്തില്ല. എന്തെങ്കിലും എടുത്ത് ഞാൻ തലക്കടിക്കും. ഇവരോട് ഞാൻ മലയാളത്തിൽ ചോദിച്ചത് ഇത് കളയണോ 100 പ്രാവശ്യം ചോദിച്ചില്ലേടാ. അപ്പൊ കളഞ്ഞോ എന്ന് പറഞ്ഞില്ലേ? ഞാനത് അവിടെ കൊണ്ടുവന്ന് കളഞ്ഞു. ഞാൻ അവിടെ പോയി നോക്കി, പക്ഷെ അവിടെ ഇല്ല, പുതിയ പേഴ്സിനും ഇല്ല. നോക്കാനില്ല സ്ഥലം. ഞാൻ ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് പുല്ല് നോക്കിയെടുത്താ നാളെ അതുകൊണ്ട് കൊടുക്കാം. എനിക്ക് അതിനകത്ത് അമ്പിയണ്ണന്റെ പട്ടി എപ്പോഴും അവിടെ കിടന്ന് ചിക്കിച്ചകണ കാണാം. അതെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ആ പട്ടിയാണെങ്കിൽ ലോകം മുഴുവൻ ചുറ്റുന്ന പട്ടിയാണ്. എടുത്തോണ്ട് പോയെങ്കിൽ പോകാം. എടാ, നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും, എനിക്കറിയാം. ഹലോ, വേറെ എവിടെങ്കിലും ഇല്ല, ഞാൻ അവിടെ തന്നെ ഇട്ടത്. ആ പറമ്പിലോട്ട് ഇട്ട്. അവനോന്റെ കാര്യങ്ങളെങ്കിലും ഉത്തരവാദിത്തമായിട്ട് സൂക്ഷിക്കാനുള്ള സാമാന്യ ബോധം നമുക്ക് വേണം. മനസ്സിലായില്ലേ? 100 പ്രാവശ്യം ഞാൻ ചോദിച്ചത് എടാ ഇത് ആവശ്യമുള്ള എന്തെങ്കിലും എനിക്കറിയാവോടാ അതിനകത്ത് എന്തൊക്കെയാ വിധിച്ചിട്ടില്ല. ഞാൻ വൈകുന്നേരത്തേക്കൊന്നും വേണ്ടേ? ചായക്ക് വേണ്ടേ? പോവല്ലോ നീ. എന്നാ വേണ്ട, പോ. വെറുതെ മുളകറിക്കടാ. പച്ചമ്പി പോലീസിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിച്ചാലും കാണാം. പോലീസുകാർക്ക് ഇതല്ലേ പണി. നിങ്ങളെ കൊണ്ട് കളയണ സാധനം എടുത്തോണ്ടേ 100 കൂട്ടം കാര്യങ്ങളുണ്ട് വേറെ. നിർത്തണ്ട, ഞാൻ നോക്കിട്ട് നിർത്തണ്ട. അടിയണക്കട്ട്. എൻ്റെ അച്ചാച്ച, ഇത് ഭയങ്കര കഷ്ടമായി പോയട്ടെ. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതായിട്ട് ഇരിക്കരുത് ഒരു മനുഷ്യൻ. ഒരു പറ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനെ ഒന്നും അറിയാതെ അവനവന്റെ വിലപിടിപ്പുള്ള സാധനം സൂക്ഷിച്ചു വെക്കാൻ ഇവൻ അറിയില്ലേ? മേനകെട്ടവൻ എങ്ങനെയാ ഇരിക്കണത്? എത്ര ATM-ന്റെ കൂട്ടോ പുതിയത് എങ്ങനെ? ഞാൻ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ ഞാൻ എങ്ങനെ? അത് പഴയ പേഴ്സിലുള്ള പേപ്പറല്ല പുതിയ പേഴ്സിലോട്ട് മാറ്റിയപ്പോഴാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. എന്നാലും അതെടുത്തത് ആദ്യം വെക്കണ്ടായിരുന്നു അച്ചാച്ചാ. ഞാൻ അന്നേരത്തെ ജോലി കിട്ടിയ സന്തോഷത്തിൽ ജോലി കിട്ടിയതാ. എടി, ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേണ്ടിയില്ല. ഞാൻ ഇവനോട് ചോദിച്ചത് എടാ റൊണാൾഡോ ഇതിനകത്ത് ആവശ്യമുള്ളതുണ്ടോ? ഞാൻ കളഞ്ഞാൽ പിന്നെ കിട്ടൂല കേട്ടോന്ന്. ഈ പറമ്പിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പട്ടിയും പൂച്ചയും കോഴിയും ഇതൊക്കെ നടക്കണത് കത്തിക്കാഞ്ഞത് എന്റെ ഭാഗ്യം. സത്യം. ഇത് കൈയിട്ടൊക്കെ നോക്കാനും ഒരു ഈ ജോലി കിട്ടാൻ ഞാനിനി പുറത്തോട്ട് ഇറങ്ങി ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കുമെന്ന് ആലോചിക്കുമ്പോഴാ. നല്ല കാര്യം. ആൾക്കാരുടെ മുഖത്ത് നോക്കാതിരിക്കണേ. നമ്മൾ 2 പേര് മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ ജോലി കിട്ടുന്ന കാര്യം. അത് പിന്നെ ഞാൻ റോസ്മേരിയെ വിളിച്ചു പറഞ്ഞു. പിന്നെ വർക്ക്ഷോപ്പിലെ ചീമ്പൻ ഉണ്ണിയെ വിളിച്ചു പറഞ്ഞു സർക്കാർ ജോലി കിട്ടുന്നുണ്ട്, ഇനി വർക്ക്ഷോപ്പിൽ വരത്തില്ലെന്ന്. അയ്യോ, ജോലി കിട്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് പറഞ്ഞല്ലേ? പൊക്കണോ ഇല്ല, അഹങ്കാരത്തിനൊരു കുറവുമില്ല. അത് ക്ലീറ്റ മച്ചമ്പ അത്രയ്ക്ക് ഉറപ്പ് ശുപാർശ പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പറയൂ. ശുപാർശ പറഞ്ഞ അതിനൊക്കെ സൂക്ഷിച്ചോണ്ട്. ക്ലീറ്റോനാണെങ്കിൽ അതിലും വലിയ ചാടാ. ക്ലീറ്റോനോട് ഞാൻ പറഞ്ഞു, പിന്നെ ഇഷ്ടം പോലെ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കണേലേടി, ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അതും കേൾക്കണില്ല. പെട്ടെന്നൊന്നും അങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണേന് എന്താ ഇപ്പൊ ഏതെങ്കിലും പ്രസ്സിൽ കൊടുത്താൽ കൂടെ അടുപ്പിച്ചാ പോരെ? പ്രസ്സിൽ കൊടുത്ത് അടുപ്പിക്കണമെങ്കിൽ അതിന്റെ കോപ്പി പോലും വേണ്ടേ കയ്യില്? ഇത് എവിടുന്ന് വന്നേക്കണം? പോടുന്നു ചേച്ചി. ശരിക്കും ചേച്ചി ഇവിടെ തന്നെയാണോ കൊണ്ടിട്ടത്? ഇവിടെയൊന്നും അല്ല. ഞാൻ എന്താ ഇതെന്നറിയോ, അടിച്ചു വാരി കളഞ്ഞിട്ട് സാധാരണ ഇവിടുന്ന് കൂടെ എറിയല്ലേ പതിവ്. ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാ? അവിടെയോ ഇല്ല. അച്ചാച്ചൻ ആ ഇരുന്നിടത്തൊക്കെ നല്ലപോലെ നോക്കിയാ? ഞാൻ അവിടെയും കട്ടിലിൽ അവിടെയും ഉടുപ്പിനകത്തും പാനിനകത്തും എല്ലാം നോക്കിയത് പഴയ പേഴ്സ് ബാഗിൽ നോക്കി, അടുക്കള നോക്കി. ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പേഴ്സിൽ നിന്ന് മറ്റേ പേഴ്സിലോട്ട് എടുത്ത് വെക്കാൻ നേരത്ത് ലൈസൻസ് ഉണ്ടായിരുന്ന? ലൈസൻസ് ഞാൻ കണ്ടതാ. ലൈസൻസും പഴയ ATM-ഉം എല്ലാം ഉണ്ടായിരുന്നു. എന്നാ ഞാനൊരു കാര്യം പറയാം. ഇല്ല, അതിവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഇത്രയും നോക്കിയിട്ട് കാണാത്ത സാധനത്തിന് പിന്നെ ഇപ്പൊ ഇവിടെ പോയി തപ്പാനാ? ഇതിപ്പോ ലൈസൻസ് കളഞ്ഞുകൊണ്ട് ജോലി കിട്ടാത്ത റോസ്മേരി അവളെല്ലാം കൊല്ലും തങ്കച്ചേട്ടത്തി. അറിയാനെന്താ, ഞാൻ പറയുകയും ചെയ്യും റോസ്മേരിനോട്. ഇങ്ങനെ അഹങ്കാരം പിടിച്ചതിനെ പറ്റൂലല്ലോ. അതെ, ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത. ഞാനേ ഇതെവിടെ പോണ്? ഞാൻ ആ ചായപ്പിന്റെ അപ്പുറത്തും കൂടി ഒന്ന് തപ്പട്ടെ. ക്ലീറ്റോന് ഭക്ഷണം കൊടുത്തിട്ട് വരാം. രക്ഷപ്പെടുവാണേ. അല്ല, ഞാൻ വരാം. ഞാനും വരുന്നു. നീ ഇവിടെ എന്നെ കൈയടിയല്ലേ?
ഇനി ഇത് എവിടെ നോക്കാനാണ് അച്ചാച്ചാ? കുടുംബത്തിന്റെ ഒന്ന് കുനിഞ്ഞതൊക്കെ എടുത്തൊന്ന് മാറ്റി നോക്കിക്കേ. ഞാൻ ഇവിടെ വന്ന് എല്ലാം കമ്പൗണ്ട് തേവി നോക്കിയത് കാണാം. ആ നോക്കിയതാണോ? പിന്നെ എന്തിനാ പിന്നെ വീണ്ടും വന്ന് നോക്കിയത്? ആത്താങ്കര മാതാവേ ലൈസൻസ് കിട്ടുവാന്ന് ഞാനൊരു 100 പറയല്ലേ 101 മെഴുകുതിരി കത്തിച്ചോളാം. വേണ്ട, ഇത്രയും കൊടുക്കാൻ പറ്റുമോ? ആ ലിലിപ്പണ്ട് പൈസ തന്നാ മതി. പിന്നെ ഇതുകൊണ്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടത്. സത്യം. ഈടെ നമുക്ക് നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പം അവന് വിധിയില്ല, അത്രേ ഉള്ളൂ. നോക്കാം. എന്തൊരു ചൂടാ. എല്ലാം സെറ്റാവണമെങ്കിൽ രാവിലെ വരാം. ഓ ശരിയല്ലേ? ഓക്കെ ഗുഡ് നൈറ്റ്. ഓരോരുത്തന്മാർ പറഞ്ഞില്ലേ നമ്മൾ ഈ കിടന്ന് മെനക്കെടണതേ ഇത്രയും ഇത് എവിടെയാ? ആര്? റൊണാൾഡോ? ഓ അതത് കാണാതായപ്പോ മുതൽ അവിടെ ആ മാവിന്റെ ചോട്ടി കിടന്ന് തിരയുന്നുണ്ട്. ഇതുപോലൊരു കിഴങ്ങൻ സ്വന്തം സാധനം സൂക്ഷിക്കാൻ പറ്റാത്ത പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ എന്തോരം പേര് കിടന്ന് അങ്ങനെയൊക്കെ പറയില്ലേ ക്ലീറ്റോ. അവന് നല്ല വിഷമമുണ്ട്. ആ മനഃപൂർവ്വം കൊണ്ട് കളഞ്ഞതാണോ? ആ പറ്റുവാണെങ്കിൽ ആ ജോലി അതിന് മേടിച്ചു കൊടുക്കുക എങ്ങനെയെങ്കിലും. ഇതെന്തോന്ന് ഇത് വെള്ളരിക്കപ്പെടണമല്ല ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ. ആ ലൈസൻസ് പിന്നെ അങ്ങോട്ട് കൊടുത്താൽ പോരാ. അല്ലെങ്കിൽ ക്ലീറ്റ് എന്തോരം കള്ളത്തരം കാണിക്കുന്നു, എന്തോരം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കും. എന്റെ പോത്തെ നീ ഇത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. ലൈസൻസ് പറയണം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റണതല്ല. അത് ആർ ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണ് ലൈസൻസ്. പിന്നെ എല്ലാവരും ഇപ്പം അത് നോക്കുമല്ലോ, ആർ ടി ഓഫീസിൽ നിന്നാണോ വന്നേന്ന്. സാധനങ്ങൾ ഉണ്ടെങ്കിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഇനിയും എനിക്ക് കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. നീ ഇങ്ങനെ പറഞ്ഞോടാ ആൾക്കാരുടെ അടുത്ത്. ഞാൻ അതിന്റെ പേരിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ആൾക്കാരൊന്നും പറയാത്തത്. പോടുന്നു. എടാ റൊണാൾഡേ, ഓ ഇന്ന് വരുന്നുണ്ടോ? നീ എല്ലാം കഴിച്ചിട്ട് വന്ന് കിടക്ക്. നിങ്ങൾ കിടന്നോ, ഞാൻ വന്നോളാം. മാവിന്റെ മൂട്ടി തമസിരുന്ന് പറഞ്ഞ് കളഞ്ഞു പോയ സാധനം തിരിച്ചു കിട്ടൂല. നീ അവിടെ ഇരുന്ന് മഞ്ഞുകൊണ്ട് വല്ല സൂക്കേടും പിടിപ്പിക്കണ്ട. ലൈസൻസ് കിട്ടിയാൽ നാളെ രാവിലെ ആ ജോലിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇല്ലെങ്കിൽ ആ ജോലി അങ്ങ് മറന്നേരം. മനുഷ്യന് നേരം വെളുത്ത് ഇത്ര നേരമായിട്ട് വൃത്തിയായിട്ടത് കഴിക്കാൻ പോലും പറ്റിയില്ല. ഏതെല്ലാം കെട്ടാനാണ് കാണിയുന്നത്. മാവിന്റെ പണ്ടൊക്കെ എന്താടാ എന്താടാ കളഞ്ഞു പോയ ലൈസൻസ് കിട്ടി. എവിടെ കിടന്ന്? ഇവിടെ ചവറ് കൂടിയാ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് സർക്കാർ ജോലിക്ക് യോഗ ഉണ്ട്. വേഗം വിളിച്ചു പറ. ജ്യോതിഷം അങ്ങനെ കള്ളം പറയൂല. മച്ചമ്പളി ക്ലീറ്റോ പുറത്തു പോയേക്ക, നീ വിളിച്ചു പറ. ആ ഫോണ് എന്ത് ക്ലീറ്റോ? കളഞ്ഞു പോയ ലൈസൻസ് കിട്ടിയാ? മറ്റേ ബാക്കി പേപ്പറൊക്കെ അത് ഫോട്ടോ കോപ്പി ഫോം ഫില്ല് ചെയ്തെല്ലാം റൂമിൽ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, എല്ലാം കൂടെ എടുത്തിട്ട് നീ ആ അടുപ്പിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങണം. പുഴുങ്ങിയിട്ട് ഉരുട്ടിയിട്ട് അങ്ങ് വിഴുങ്ങ്. അതെന്തിനു വർത്താനോ ചമ്പി? ക്ലീറ്റോ അല്ലേ അവന് ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? ജോലി അവന്റെ സൗകര്യത്തിനോടെ വെച്ചിട്ടില്ല. ആ ജോലി വേറെ ആണുങ്ങൾ കൊണ്ടുപോയി. ഞാനിപ്പോ പഞ്ചായത്തിൽ നിന്നാ പറഞ്ഞത്. അയ്യോ, അപ്പൊ ക്ലീറ്റോ പറഞ്ഞ നടക്കൂന്ന് പറഞ്ഞിട്ട്? എടി അതൊക്കെ കൊടുക്കേണ്ട സമയമുണ്ട്. ആ സമയം സന്ദർഭം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 100 പേര് ആ ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കണമെന്ന്. എടാ ജീവിതത്തിലെ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. ഒരു കണക്കിന് ഇവന് ജോലി കിട്ടാത്ത നന്നായി. ജോലി കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ വല്ല കുഴപ്പം കാണിച്ചാൽ ഞാനും അതിന്റെ പുറകെ ഇടം തൂങ്ങണ്ടേ? എന്നാടാ നിനക്കിന് ഉത്തരവാദിത്തം പറഞ്ഞത്? ഇഷ്ടം. കഷ്ടായിപ്പോയി. ഇന്നലത്തെ വാരഫലത്തിൽ എന്തോ എഴുതിയെന്നാ പറഞ്ഞത്? നല്ലതായിരുന്നടാ, സർക്കാർ ഉദ്യോഗ ലബ്ധി.
ധനലബ്ധി, ഇഷ്ടഭക്ഷണ യോഗം എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് എന്താ ചേട്ടത്തി അതൊന്നും കിട്ടാതെ പോയി. വേറെ എന്താ കൂടി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, 23 ശേഷം ആഴ്ച അനുകൂലമല്ലാന്ന്. 23 എന്ന് പറയുമ്പോ ഇന്നലെ